തൃച്ചംബരത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അന്നേരം ജയന്തിക്ക് ഇക്കിള് വെട്ടുകയാണ്. വിലാസിനി ചോദിക്കുകയാണ്, നീ എന്തിനാ എപ്പോഴും കൊളക്കോഴിയെ പോലെ ഇങ്ങനെ ഇരുന്ന് വെട്ടുന്നത്? ഇതൊരു പ്രത്യേക തരം ഇക്കിളാണ് ആന്റി, താളഭൈരവി ഇക്കിള്. ജയന്തി മനസ്സിൽ പറയുകയാണ്, ആ നാശം പിടിച്ച മന്ത്രവാദിയുടെ കൂടോത്ര ചുടലഭസ്മം ഉരുണ്ടുരുണ്ട് അഗ്നിഗോളമായി വരികയാണല്ലോ. നാരായണനെങ്കിൽ ഇത് നന്ദനയോട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. വിലാസിനി പറയുകയാണ്, കുറച്ച് വെള്ളമെടുത്ത് കുടിക്കുക. ഇത് വെള്ളം കുടിച്ചാലൊന്നും മാറൂല ആന്റി. അന്നേരം വൈജയന്തി താഴേക്കിറങ്ങി വരികയാണ്. വൈജയന്തിയെ കണ്ട് ജയന്തി തനിയെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യുകയാണ്. ജയന്തി ചോദിക്കുകയാണ്, അല്ല ഇതാര്, വൈജയന്തിയോ? വൈജയന്തി പറയുകയാണ്, ആരാ മനസ്സിലായില്ല? എന്നെയോ? ഞാൻ ജയന്തി. നമ്മൾ തമ്മിൽ കണ്ടായിരുന്നല്ലോ. ഞാൻ കെ ജയന്തി, ഇത് വൈജയന്തി. അത് മനസ്സിലായി. അല്ല, ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം? അതൊക്കെ പറയാൻ നിന്നാൽ ഒരു 10-200 പേജ് പറയാനുണ്ട്. അത്രയ്ക്ക് വലിയ ബന്ധമാണ്. മിണ്ടാതിരിക്കുന്ന നന്ദനയോട് വൈജയന്തി പറയുകയാണ്, ഹായ് നന്ദന. നന്ദനയും തിരിച്ച് ഹായ് പറയുന്നു. സുജാത ചോറ് വിളമ്പുമ്പോൾ വൈജയന്തി പറയുകയാണ്, വേണ്ട, ഞാൻ വൈറ്റ് റൈസ് അധികം കഴിക്കാറില്ല. അല്ല, സുജാത എന്നല്ലേ പേര്? അതെ മാഡം. ഇത് കേട്ട് ജയന്തി പറയുകയാണ്, ഓ, സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടത്തെ ജോലിക്കാരിയുടെ പേര് വരെ അറിയാം, ഇഡിയറ്റ്. ഇത് കേട്ട് ദേഷ്യത്തോടെ വൈജയന്തി വാട്ട് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് വിലാസിനി പറയുകയാണ്, ഇന്റലിജന്റ് എന്നാണ് ഉദ്ദേശിച്ചത്. അതിനുശേഷം വൈജയന്തി സുജാതയോട് പറയുകയാണ്, സുജാത, എന്റെ മെനു ഒന്ന് എഴുതിയെടുക്കാമോ? വിലാസിനി മനസ്സിൽ പറയുകയാണ്, ഇവളാര്, കൊച്ചി രാജാവിന്റെ കൊച്ചുമോളോ? ദൈവമേ, ഇവളീ തൃച്ചംബരം പൊളിച്ചെടുക്കും. വൈജയന്തി പറയുകയാണ്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം, ഓർത്തു വെച്ചാൽ മതി. വെളുപ്പിന് 6 മണിക്ക് എനിക്ക് എന്റെ റൂമിൽ ബെഡ് കോഫി കിട്ടണം. ബെഡ് കോഫി എന്ന് പറഞ്ഞാൽ പാലൊഴിച്ച കോഫി ആയിരിക്കണം. കൃത്യം 8 മണിക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. വെജിറ്റേറിയൻ ഇഡലി, ഉഴുന്നുവട, അടുത്ത ദിവസം മസാല ദോശ, പിന്നീട് പൂരി മസാല വട. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിനോടൊപ്പം ചുട്ട ഏത്തപ്പഴവും ബദാം ഷേക്കും. പിന്നീട് ഞാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ കരിക്കിൻ വെള്ളം. ഇത് കേട്ട് ജയന്തിയും പറയാണ്, എനിക്കും വേണം. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന വിലാസിനി ചോദിക്കുകയാണ്, അതേ, ഗൗരിഗാത്ര കരിക്ക് വേണോ അതോ പച്ചക്കരിക്ക് വേണോ? ആന്റി എന്താ പരിഹസിച്ചതാണോ? അയ്യോ അല്ല, ചിലരൊക്കെ ഗൗരിഗാത്ര കരിക്കേ കുടിക്കൂ, അതുകൊണ്ട് ചോദിച്ചതാണ്. ലഞ്ചിന് നല്ല ചെമ്പാവരിയുടെ ചോറ് തന്നെ വേണം. തൈരും പഴവും കൂടി വേണം. പിന്നെ നെയ്യുടെ കാര്യം പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ടല്ലോ. ഇത് കേട്ട് ജയന്തി പറയുകയാണ്, അപ്പോ ചിക്കനും മട്ടനും ഒന്നും വേണ്ട. രാത്രി ഞാൻ പാൽക്കഞ്ഞിയെ കുടിക്കാറുള്ളൂ. ശരി മാഡം, ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചെമ്പാവരി ചോറ് റെഡിയാക്കാം. ഇന്നിങ്ങനെ പോട്ടെ, വേണ്ട, നാളെ മുതൽ മതി. അല്ല മാഡം, ഇപ്പോൾ എന്തു കഴിക്കും? അല്ല, ഇന്നെനിക്ക് വേണ്ടതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ലൈം ജ്യൂസ് തന്നാൽ മതി. ഇത് കേട്ട് സുജാത അടുക്കളയിലേക്ക് പോവുകയാണ്. പിന്നീട് ദേഷ്യപ്പെട്ടിരുന്ന നന്ദന ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ്. വൈജയന്തി പറയുകയാണ്, വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, തൃച്ചംബരത്തെ അധികാരം ഏറ്റെടുത്തിട്ട് വേണം ഇവിടെ ഒരു ശുദ്ധികലശം നടത്താൻ. പിന്നീട് സുജാത വൈജയന്തിക്ക് ലൈം ജ്യൂസ് കൊണ്ട് കൊടുക്കുകയാണ്. വൈജയന്തി പോയ ശേഷം ജയന്തി വിലാസിനിയോട് പറയുകയാണ്, ആന്റി പറഞ്ഞത് കേട്ടോ ആന്റി, നമ്മളെ പുകയ്ക്കുമെന്ന്. കരട്ടടി, ആരെ പുകയ്ക്കുമെന്ന് പിന്നീട് നമുക്ക് കണ്ടറിയാം. പിന്നീട് ജയന്തിക്ക് ഇക്കിള് വിട്ടുകയാണ്. വിലാസിനി ദേഷ്യപ്പെട്ട് ജയന്തിയോട് പറയുന്നു, കുറച്ച് വെള്ളമെടുത്ത് കുടിക്കടി. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും ശ്രീനിയുമാണ്. പ്രിയങ്ക പറയുകയാണ്, സീതാലക്ഷ്മി എന്നെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ വിളിക്കാൻ എന്തേ വൈകിയതെന്നായിരുന്നു അവരുടെ ആദ്യത്തെ ചോദ്യം. ശ്രീനിവാസൻ പറയുകയാണ്, സീതാലക്ഷ്മി തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ പ്രിയ സുഹൃത്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ വിളിക്കണ്ടായിരുന്നു. ഏതായാലും തൃച്ചംബരത്ത് വിലാസിനി ആന്റി ഉണ്ടല്ലോ. അന്നേരം പ്രിയങ്കയുടെ ഫോൺ അടിക്കുകയാണ്. പേര് പറഞ്ഞതേയുള്ളൂ, അപ്പോഴേക്കും വിലാസിനി ആന്റിയുടെ ഫോൺ എത്തി. 100 ആയുസാണ് വിലാസിനി ആന്റിക്ക്. ഫോൺ അറ്റൻഡ് ചെയ്യാൻ ശ്രീനിവാസം പറയുകയാണ്, ഹലോ ആന്റി, പ്രിയങ്കേ. ആന്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് തന്നെ ആന്റി വിളിച്ചു. 100 ആയുസാണ്. ഓ പിന്നെ ആയുസ്, എനിക്കിനി അധികം ആയുസുണ്ടെന്ന് തോന്നുന്നേ ഇല്ല. അത്തരത്തിലൊരു സാധനമാണ് ആ വൈജയന്തി. അവള് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അത്ര പാവമൊന്നും അല്ല. ഈ വീടെടുത്ത് അവൾ തിരിച്ചു വെക്കേണ്ടതായിരുന്നു. അവളുടെ കഴുത്തിൽ താലി വീഴുമ്പോൾ ആനന്ദിന്റെ കഴുത്തിൽ കൊലക്കയറാണ് വീഴാൻ പോകുന്നത്. അഖിലാണ്ടേശ്വരിക്ക് അവള് മരുമകളല്ല, ആരാച്ചാരാണ്. അതിനുവേണ്ടി അവിടെ എന്തുണ്ടായി ആന്റി? എന്തുണ്ടായെന്നോ? ഇപ്പോൾ ഡൈനിങ് ടേബിൾ വെച്ച് ഞാൻ അവളെ ഒന്ന് കണ്ടു. അന്നേരം വാതിലിന്റെ അടുക്കലേക്ക് വൈജയന്തി എത്തുകയാണ്. അവള് വൈജയന്തിയൊന്നുമല്ല, യക്ഷിയാണ്, യക്ഷി. തൃച്ചംബരത്തുകാരുടെ രക്തം കുടിക്കാൻ വന്ന ചുടല യക്ഷി തന്നെയാണ്. അത്രയും പറഞ്ഞു തിരിയുമ്പോൾ വിലാസിനി പെട്ടെന്ന് വൈജയന്തിയെ കാണുകയാണ്. പെട്ടെന്ന് വിലാസിനി വിഷയം മാറ്റുകയാണ്. ശരി ശരി, ഞാൻ പറഞ്ഞതൊക്കെ എടുത്തു വെക്ക്. പിന്നെ ജമന്തിമാലയില്ലേ, ജമന്തിമാല, അത് മറക്കണ്ട. പെട്ടെന്ന് പ്രിയങ്ക പകച്ചു നിൽക്കുകയാണ്. ഞാൻ ഡ്രൈവറെ വിടാം, അയാൾ വന്ന് എല്ലായിടത്തോളം. എന്നാ പിന്നെ ശരിയെന്നും പറഞ്ഞ് വിലാസിനി ഫോൺ കട്ട് ചെയ്യുകയാണ്. വൈജയന്തിയോട് വിലാസിനി പറയുകയാണ്, ഒരു കല്യാണം വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ചേച്ചി എല്ലാം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പെട്ടെന്നുള്ള കല്യാണമല്ലേ, എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്.
ആന്റി എന്താ വിയർക്കുന്നത്? എന്താന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ കാലാവസ്ഥ എനിക്ക് തീരെ പിടിക്കുന്നില്ല. വെറുതെ നിന്നാലും ഉടനെ അങ്ങ് വിയർക്കും. പണ്ട് മുതലേ ആന്റി AC ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ കാലാവസ്ഥയ്ക്ക് ഇപ്പോൾ ചൂട് കൂടുതലാണ്. അതെ അതെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ പാടുപെടുകയാണ് വിലാസിനി. വൈജയന്തി പറയുകയാണ്, ഞാൻ നിന്നിടത്ത് ഇത്ര ചൂട് കൂടുതൽ ഇല്ലായിരുന്നു. ശ്രീനി പ്രിയങ്കയോട് ചോദിക്കുകയാണ്, എന്തു പറ്റി പ്രിയങ്കെ? ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ വിലാസിനി ആന്റി പറയാതെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ആരോ അടുത്തു വന്നു. കെട്ടിയോൻ വന്നായിരിക്കും. അല്ല, ആ ശബ്ദമല്ല കേട്ടത്. ഒരു സ്ത്രീ ശബ്ദം. റൂമിൽ നിന്ന് പരിഭ്രമിക്കുന്ന വിലാസിനിയോട് വീണ്ടും വൈജയന്തി ചോദിക്കുകയാണ്, ആന്റി എന്താ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കുന്നത്? ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയാണോ? അല്ല വൈജയന്തി, ഈ വീടാകെ അലങ്കരിക്കണമല്ലോ, ഞാൻ അതൊന്ന് നോക്കിയതാണ്. അത് ശരിയാണ്, ആന്റി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇതൊക്കെ നോക്കി നടത്താൻ. പിന്നെ ആന്റി ഒന്നിനും ഒരു കുറവും വരുത്തരുത്. തൃച്ചംബരത്തെ ആനന്ദിന്റേത് മാത്രമേ ഉള്ളൂ രണ്ടാം കെട്ട്. എന്റേത് ആദ്യത്തേതാണ്, ഓർമ്മ വേണം. പിന്നെ ഒരു കുറവും വരുത്തില്ല വൈജയന്തി. നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്തും. തൃച്ചംബരം ഇതുപോലുള്ളൊരു കല്യാണം ഇതുവരെ കണ്ടു കാണത്തില്ല. ക്യാരി ഓൺ എന്ന് പറയുമ്പോൾ വിലാസിനി എന്ന് ചോദിക്കുകയാണ്, അല്ല ആന്റി ഫോൺ ചെയ്യുകയല്ലായിരുന്നു, അത് നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. വീണ്ടും വിലാസിനിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വൈജയന്തി പറയുകയാണ്, ആന്റി ഞാൻ കാരണം ആന്റിയുടെ ഫോൺ വിളി നഷ്ടപ്പെട്ടതല്ലേ? നാഗമഠത്തെ പ്രിയങ്കയായിരുന്നു അല്ലേ ഫോണിൽ? ഇത് കേട്ട് വിലാസിനി ആകെ ഒന്ന് അന്തം വിടുകയാണ്. പിന്നീട് വിലാസിനി പ്രിയങ്കയെ തിരിച്ചു വിളിക്കുകയാണ്. ഹലോ ആന്റി, എന്താ ഫോൺ കട്ട് ചെയ്തത്? ഓ, ഫോൺ അല്ല കട്ടാവുന്നത്, തൃച്ചംബരത്തെ റേഷൻ കാർഡിൽ നിന്ന് എന്റെ പേരാണ് കട്ടാവാൻ പോകുന്നത്. എന്തു പറ്റി ആന്റി, എന്താണ് സംഭവിച്ചതെന്ന് പറയ്. അത് ഞാൻ പറഞ്ഞില്ലേ വൈജയന്തി നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. അവളുടെ കയ്യിൽ എന്തോ ഒരു യന്ത്രമുണ്ട്. ഞാൻ ഫോൺ വിളിച്ചാൽ അപ്പോഴാ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള യന്ത്രം. പോ ആന്റി, പരിസരം നോക്കാതെ എവിടെയെങ്കിലും പോയി നിന്ന് എല്ലാം വിളിച്ചു കൂവുമ്പോൾ ആലോചിക്കണം. അയ്യോ എന്റെ പ്രിയങ്കെ, ഇനി ഇവിടെ നിന്ന് വിളിച്ചാൽ പ്രശ്നമാകും. എനിക്ക് നിന്നെ അടിയന്തരമായിട്ടൊന്ന് നേരിട്ട് കാണണം. അത്രയും പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് വിലാസിനി. പിന്നെയും കട്ട് ചെയ്തു എന്ന് പ്രിയങ്ക ശ്രീനിയോട് പറയുകയാണ്. എന്തു പറ്റി? എന്നെ അടിയന്തരമായിട്ട് കാണണമെന്ന് പറഞ്ഞ ശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരത്ത് മുറ്റത്ത് ഫോൺ ചെയ്യുന്ന കല്യാണിയാണ്. 4 കൂട്ടം പായസം തന്നെ വേണം, ഒന്നിനും ഒരു മുടക്കവും വരാൻ പാടില്ല. തൃച്ചംബരത്ത് ഇങ്ങനെ ഒരു കല്യാണം നടന്നിട്ടുണ്ടാവില്ല. ഇതെല്ലാം പുറകിൽ നിന്ന് അരവിന്ദ് കേൾക്കുകയാണ്. അതെ അതെ, അഖില മാഡം പറഞ്ഞിട്ട് തന്നെയാണ്. ദേ, എന്തെങ്കിലും കുറവ് വന്നാൽ അത് എന്റെ തലയിലായിരിക്കും എത്തുക. അച്ഛനുണ്ടായിരുന്ന സമയത്ത് എല്ലാം അച്ഛൻ നോക്കുമായിരുന്നു. അഡ്വാൻസ് എത്രയാണെന്ന് പറഞ്ഞാൽ മതി, വൈകിട്ട് എത്തിക്കാം. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, പായസം 4 കൂട്ടം തന്നെ വേണം. ഫോൺ കട്ടിയതിനു ശേഷം അരവിന്ദ് കല്യാണി അടുത്തേക്ക് വരികയാണ്. കല്യാണി, ബ്രോയുടെ കല്യാണ ദിവസം ഇനി എത്ര കൂട്ടം പായസം ഉണ്ടായാലും ആ പായസത്തിന്റെ രുചി നിനക്ക് കയ്പ് തന്നെ ആയിരിക്കും കല്യാണി. കാഞ്ഞിര കയ്പ് എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതെ എന്ന മട്ടിൽ കല്യാണി പറയുകയാണ്. അനിയൻ കുഞ്ഞ്, ഞാൻ ഹാരത്തിന് ഓർഡർ കൊടുത്തിട്ടില്ല, അതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും അനിയൻകുട്ടൻ വിളിക്കുകയാണ്. കല്യാണി നിൽക്ക്. കല്യാണി കാരണം എന്റെ ബ്രോ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നീ ഓർക്കുന്നുണ്ടോ? എന്നിട്ട് ദേഷ്യപ്പെട്ട് അരവിന്ദ് പറയുകയാണ്, എന്റെ ഏട്ടത്തിയായി പോയി. എന്റെ ബ്രോ കെട്ടിയ താലി ഈ കഴുത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കാണിക്കുന്ന കോപ്രായത്തിന് അടിച്ച് എന്ന് പറഞ്ഞിട്ട് സംസാരം നിർത്തുകയാണ് അരവിന്ദ്. ഉണ്ടാതെ നിൽക്കുന്ന കല്യാണിയോട് വീണ്ടും ഉച്ചത്തിൽ അരവിന്ദ് ചോദിക്കുകയാണ്, എന്താ നാവിറങ്ങിപ്പോയോ? ഓർത്തു പറയാൻ വീണ്ടും കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അച്ഛന്റെ ആയുരാരോഗ്യം, അച്ഛന്റെ ആയുസ് നോക്കാൻ മക്കളായ ഞങ്ങളുണ്ട് ഇവിടെ, അതിനിവിടെ വേറെ ആരെയും വേണ്ട. അനിയൻ കുഞ്ഞ്, എനിക്ക് കിച്ചണിൽ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും പോകാൻ തുടങ്ങിയ കല്യാണിയെ വീണ്ടും പിടിച്ചു നിർത്തുകയാണ് അരവിന്ദ്. കല്യാണി നിൽക്ക്, ഞാൻ സംസാരിച്ച് തീർന്നില്ല. അനിയൻ കുഞ്ഞ് കുറച്ചു മുൻപേ പറഞ്ഞില്ലേ സ്വന്തം ബ്രോയെ പറ്റി? അദ്ദേഹം കെട്ടിയ താലി തന്നെയാണ് എന്റെ കഴുത്തിൽ ഇപ്പോഴും കിടക്കുന്നത്. എനിക്ക് ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഞാൻ വലിയ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ബോധ്യപ്പെടുത്തൽ അല്ലല്ലോ, ഭീഷണിയല്ലേ. കല്യാണി പറഞ്ഞ കല്യാണത്തിന് സമ്മതിച്ചില്ല എങ്കിൽ കല്യാണി ജീവനോടെ ഉണ്ടാകില്ല എന്ന ഭീഷണി. ഇതെങ്ങനെ ഞാൻ അറിഞ്ഞു എന്നായിരിക്കും. ഇത് മാത്രമല്ലല്ലോ ഞാൻ അറിഞ്ഞിരിക്കുന്നത്. എന്റെ ബ്രോ കല്യാണിയെ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ ഒരു അനിയന്റെ സ്ഥാനത്ത് നിന്നല്ല, ഒരു കൂട്ടുകാരന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ വിവാഹം നടത്തി തന്നവനാണ് ഈ ഞാൻ. അത് ഈ മുന്നിൽ നിൽക്കുന്ന കല്യാണിയുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നും അല്ല. എന്റെ ബ്രോയുടെ മനസ്സ് വേദനിക്കരുത് എന്ന് കരുതിയിട്ടാണ്. സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എന്റെ ബ്രോയ്ക്ക്. ആ സ്നേഹം ഒരു ആയുധമാക്കി മാറ്റിയിട്ടാണ് കല്യാണി ഇപ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഏതായാലും എന്റെ ഏട്ടത്തി ഒരു കാര്യം കൂടി അറിഞ്ഞോ? ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. എന്റെ ബ്രോയുടെ ചങ്ക് തകർത്തുകൊണ്ട് ഈ കല്യാണം നടത്താൻ ഞാൻ അനുവദിക്കില്ല. കല്യാണി, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ തൃച്ചംബരത്ത് ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. തൃച്ചംബരത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് ഇതിനേക്കാൾ ത്യാഗം ചെയ്യാൻ തയ്യാറായ ഒരാൾ, ദാസേട്ടൻ. ആ ദാസേട്ടന്റെ മകള് തന്നെയല്ലേ കല്യാണി? മികച്ച ബ്രാൻഡ് അംബാസിഡർ എന്ന പുരസ്കാരം വാങ്ങുമ്പോഴും കല്യാണി ദാസ് എന്ന് തന്നെ ആയിരുന്നില്ലേ പേര്? തൃച്ചംബരത്തിനോട് അമിത വിധേയത്വം കാണിച്ച ആ ദാസേട്ടൻ നടു റോഡിൽ കിടന്ന് മരിച്ചത് നന്ദികേട് കാണിച്ചിട്ടാണോ? അല്ല,
ഒരു കാര്യം കൂടി, മറ്റൊരാളുടെ നെറുകയിലെ കുങ്കുമം മായാതിരിക്കാൻ സ്വന്തം സിന്ദൂര രേഖയിലെ കുങ്കുമം മായ്ച്ചു കളയുന്നതിന്റെ പേരിൽ ത്യാഗം എന്നല്ല, ഒരുതരം വേഷം കെട്ടൽ എന്നാണ്, വിഡ്ഢിത്വം എന്നാണ്, ശുദ്ധ നെറിയേടെന്നാണ്. ഓർത്തു വെച്ചോ എന്റെ ഏട്ടത്തി എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അരവിന്ദ്. പിന്നീട് കാണിക്കുന്നത് ഗംഗ ആനന്ദിന്റെയും വൈജയന്തിയുടെയും ഫോട്ടോകൾ നോക്കിയിരിക്കുകയാണ്. അതിനുശേഷം വൈജയന്തിയുടെ ഫോട്ടോ കത്തിക്കുകയാണ് ഗംഗ. അന്നേരം പ്രിയങ്ക വന്ന് ചോദിക്കുകയാണ്, നീ എന്തായി കാണിക്കുന്നത്? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് പ്രിയങ്ക കാണുന്നില്ലേ? നീ ഇപ്പോഴും അവനെ ധ്യാനിച്ചും അവന്റെ ചിത്രങ്ങൾ മനസ്സിൽ പതിപ്പിച്ചും കൊണ്ട് നടക്കുകയാണോ? അത് മനസ്സിൽ നിന്നും മായ്ക്കണം. മായ്ക്കേണ്ടത് മായ്ച്ചു തന്നെ കളയണം. എത്ര ശ്രമിച്ചിട്ടും അവനെ എനിക്ക് മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ പറ്റുന്നില്ല. ഓരോ ദിവസം കഴിയുന്നോറും എന്റെ ഉള്ളിൽ അവന്റെ ചിത്രം തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ്. ഒരു തവണ മറക്കാൻ ശ്രമിച്ചതാണ്. അന്നേരം ശ്രീനി പറയുകയാണ്, നീ ഇനിയും അവനെ സ്വപ്നം കണ്ടതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഗംഗെ? പറയുകയാണ്, സ്വപ്നം കാണാൻ എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് വിലക്കാൻ ശ്രമിക്കരുത്. ഇപ്പൊ ഈ സ്വപ്നമാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒന്നുകിൽ ആനന്ദിനെ എന്നെങ്കിലും ഞാൻ കൂടെ കൂട്ടും, അല്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലും. അന്നേരം അവിടേക്ക് വിലാസിനി എത്തുകയാണ്. ഗംഗയെ കണ്ട് വിലാസിനി ചോദിക്കുകയാണ്, ഇവളെന്താ ഇങ്ങനെ കലിതുള്ളി നിൽക്കുന്നത്? എന്തു പറ്റി? പ്രിയങ്ക പറയുകയാണ്, അവൾക്കിപ്പോഴും ആനന്ദിനോടുള്ള പ്രണയം തീർന്നിട്ടില്ല. അവനെ കൊല്ലുന്ന കാര്യമാണ് അവളീ പറയുന്നത്. വിലാസിനി പറയുകയാണ്, ആനന്ദിനെ ഇനി ആരും കൊല്ലാൻ നോക്കണ്ട. അവൻ തീവണ്ടിക്കാണ് തലവെക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ അവനെ ആ വൈജയന്തി കൊന്നോളും. സത്യമാണ് പ്രിയങ്ക പറയുന്നത്. അവളെ ഭയന്നേ പറ്റൂ. അവൾ അത്രയ്ക്ക് ഭയങ്കരിയാണ്. അന്നേരം പ്രിയങ്ക പറയുകയാണ്, എത്ര ഭയങ്കരിയാണെങ്കിലും നമ്മൾ കെണി വെച്ച് പിടിച്ച് അകത്തിട്ടിട്ടില്ലേ ആന്റി? ആകമടത്തുകാരോട് മത്സരിക്കാനുള്ള കൽപ്പന്തം മംഗലത്ത് സീതാലക്ഷ്മിയുടെ മകൾ വൈജയന്തിക്കില്ല. അയ്യോ, നിനക്കവളെ അറിയാഞ്ഞിട്ടാണ് പ്രിയങ്കെ. എനിക്കറിയാം അവളെ, കുറെ കേട്ടിട്ടുണ്ട്. കേട്ടതൊന്നും അല്ല അവള്. അവക്ക് തൃച്ചംബരത്തിന്റെ ചരിത്രമല്ല, നമ്മൾ എല്ലാവരുടെ ചരിത്രവും അറിയാം. ഞാനും നീയും തമ്മിലുള്ള എല്ലാ ഏർപ്പാടുകളും അവൾക്കറിയാം. ഇത് കേട്ടൊന്ന് ഞെട്ടുകയാണ് ഗംഗയും പ്രിയങ്കയും ശ്രീനിയും. വിലാസിനി പറയുകയാണ്, ഞാൻ നിനക്ക് ഫോൺ ചെയ്യുന്നത് കണ്ടുവന്ന് അവൾ എന്നോട് ചോദിക്കുകയാണ്, പ്രിയങ്കയ്ക്കല്ലേ ഫോൺ ചെയ്യുന്നതെന്ന്. ദേ, ഞാൻ മുന്നറിയിപ്പ് തരികയാണ്. അവളെ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ.